ഹലോ നമസ്കാരം. മലയാളി ഇല്ലാതെ ഇന്ത്യൻ ടീം ഇതുവരെ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടില്ല. ടീമിൽ മലയാളി ഉണ്ടോ ഇന്ത്യക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിരീടം ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒരു രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ മലയാളികൾ ഏറെക്കാലമായി പറയുന്നൊരു കാര്യം കൂടിയാണിത്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഒരു ലെഗ് ഫാക്ടർ ആണെങ്കിൽ കൂടി അത് സത്യമാണ്. അതേ ശരിയാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരൊറ്റ മത്സരത്തിൽ പോലും സഞ്ജു കളിച്ചിട്ടില്ലെങ്കിൽ കൂടി ലോക ചാമ്പ്യനാണ് ഇപ്പോൾ സഞ്ജു സാംസൺ. അതെ, നമ്മുടെ സഞ്ജു സാംസണും ഇപ്പോൾ വേൾഡ് കപ്പ് ചാമ്പ്യൻ ആയിരിക്കുന്നു. 11 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ ടീം വീണ്ടും ഒരു ICC കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഒരു കിരീടം ചൂടിൽ നമ്മളൊക്കെ ഏറെ അഭിമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മലയാളി സാന്നിധ്യവും ആ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ആ ഒരു അഭിമാനത്തിന് മൂർച്ച കൂടും. ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ള 4 വേൾഡ് കപ്പിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. മലയാളികളില്ലാതെ ഇന്ത്യ പോയ ഒരു ലോകകപ്പും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ ടീം ആദ്യമായിട്ട് 1983 വേൾഡ് കപ്പ് സ്വന്തമാക്കുമ്പോൾ സുനിൽ വത്സൻ മലയാളിയാണ്, കണ്ണൂർകാരനാണ്. അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലെങ്കിൽ കൂടി വേൾഡ് കപ്പ് കിരീട നേട്ടത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് സുനിൽ വത്സൻ. പിന്നീട് 2007 ഇന്ത്യ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കുമ്പോൾ പേസ് ബോളർ ശ്രീശാന്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അന്ന് ശ്രീശാന്ത് ഫൈനലിൽ കിരീടം ഉറപ്പിച്ചിട്ടുള്ള ഒരു ക്യാച്ചൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ 2011 ഏകദിന വേൾഡ് കപ്പിലും ശ്രീശാന്ത് മലയാളി സാന്നിധ്യമായി ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. അന്നും ഇന്ത്യ കിരീടം ചൂടി. ഇപ്പോൾ ഇതാ സഞ്ജു സാംസൺ എന്ന ഭാഗ്യവും ടീം ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് സ്വന്തമാക്കി കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ലെഗ് ഫാക്ടർ മാത്രമാണ്, പക്ഷേ അതൊരു രസകരമായിട്ടുള്ള വാസ്തവമാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളി ആരാധകരുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യൻ ടീം കിരീടം ചൂടിയപ്പോൾ സഞ്ജു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പലരും അത് കണ്ടിട്ടുണ്ടാവും. സഞ്ജുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: എ വേൾഡ് കപ്പ് ഡസൻറ്റ് ഹാപ്പൻ ഈസിലി. തീർച്ചയായിട്ടും ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. വി ഹാഡ് ടു വെയിറ്റ് 13 years ടു എൻജോയ് ദിസ് ഫീലിംഗ് അഗൈൻ. ഈ ഒരു സന്തോഷം, ഈ ഒരു അനുഭൂതി വീണ്ടും അനുഭവിക്കാൻ നമ്മൾ 13 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. വാട്ട് എ ടീം, വാട്ട് എ ഫൈനൽ, വി ട്രൂലി ഡിസേർവ് ഇറ്റ്. അതെ, സഞ്ജു പറഞ്ഞത് തന്നെയാണ് ശരി. എന്തൊരു ഫൈനൽ മത്സരമായിരുന്നു, എന്തൊരു ടീമാണ് ഇന്ത്യൻ ടീം. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം ഇത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എ ബിഗ് താങ്ക്സ് ടു ഓൾ ദ പാഷനേറ്റ് ലവേഴ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ഓൾ ഓവർ ദ വേൾഡ്. സഞ്ജു തീർച്ചയായിട്ടും ഇന്ത്യൻ ആരാധകർക്ക് നന്ദി പറയുന്നുണ്ട്. ലെറ്റ് ദ സെലിബ്രേഷൻസ് ബിഗിൻ എന്ന ഒരു ടൈലന്റുമായിട്ടാണ് സഞ്ജു ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതെ, ആഘോഷങ്ങൾ, ആരവങ്ങൾ തുടങ്ങട്ടെ. എന്തായാലും നമുക്കറിയാം, രോഹിത് ശർമ്മ, ഹിറ്റ്മാനും അതുപോലെ കിങ് വിരാട് കോഹ്ലിയും ലെജൻസ് ഒക്കെ T20 നിന്നും പടിയിറങ്ങിയിരിക്കുകയാണല്ലോ. അവരുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി പുതിയ താരങ്ങൾക്ക് അവസരം ലഭിക്കണം എന്നൊക്കെയാണ് കോഹ്ലി പറയുന്നത്. എന്തായാലും സഞ്ജു സാംസൺ എന്ന പ്രതിഭാശാലിയായിട്ടുള്ള മലയാളിക്ക് ഇനി T20 ഇന്ത്യൻ ടീമിന് വേണ്ടി അവസരം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കറിയാം, വീണ്ടും ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിന് ഇടം ഇപ്പത്തുനിന്ന് ലഭിച്ചിരിക്കുകയാണല്ലോ. സിംബാബ്വെക്കെതിരായിട്ടുള്ള ജൂലൈ 6 ആരംഭിക്കുന്ന 5 മത്സര T20 പരമ്പരയിൽ 15 കളിക്കാരുടെ ടീമിന് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ സഞ്ജു സാംസൺ ഇടമുണ്ട്. ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ, സഞ്ജു സാംസണാണ് മെയിൻ വിക്കറ്റ് കീപ്പർ. സഞ്ജു എന്തായാലും കളിക്കും. തീർച്ചയായിട്ടും സഞ്ജു അവിടെ പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ വീണ്ടും ഒരുപാട് അവസരങ്ങൾ സഞ്ജു സാംസണിന് തേടി എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.